ഇന്ത്യാ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ന് വിവിധ കമ്മീഷനുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സൈമൺ കമ്മീഷൻ, ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? സൈമൺ കമ്മീഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ നടപ്പാക്കിയ ഭരണത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തുക എന്നതായിരുന്നു സൈമൺ കമ്മീഷന്റെ ലക്ഷ്യം. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ നടപ്പാക്കിയ ഭരണത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തുക എന്നതായിരുന്നു സൈമൺ കമ്മീഷന്റെ ലക്ഷ്യം. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം എന്തായിരുന്നു? സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം എന്തായിരുന്നു? ഉത്തരം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നായിരുന്നു സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം സ്റ്റാൻലി ബാൾഡ്വിൻ. സ്റ്റാൻലി ബാൾഡ്വിൻ ആയിരുന്നു സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനെ നിയമിച്ച ഇന്ത്യയുടെ സെക്രട്ടറി ആരായിരുന്നു? സൈമൺ കമ്മീഷനെ നിയമിച്ച ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ഉത്തരം ലോർഡ് ബിർക്കൻഹെഡ്. ലോർഡ് ബിർക്കൻഹെഡ് ആയിരുന്നു ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ലോർഡ് ബിർക്കൻഹെഡ് ആയിരുന്നു ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം സർ ജോൺ സൈമൺ. സർ ജോൺ സൈമൺ ആയിരുന്നു സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഉത്തരം 7. ഉത്തരം 7. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഇർവിൻ പ്രഭു. ഇർവിൻ പ്രഭു ആയിരുന്നു സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളതുമായ വ്യക്തി ആരാണ്? സൈമൺ കമ്മീഷനിൽ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളതുമായ വ്യക്തി ആരാണ്? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനുമായി സഹകരിച്ച് ആവശ്യമായ വിവരങ്ങൾ നൽകാൻ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു സംഘടിപ്പിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സൈമൺ കമ്മീഷനുമായി സഹകരിച്ച് ആവശ്യമായ വിവരങ്ങൾ നൽകാൻ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു സംഘടിപ്പിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം സി ശങ്കരൻ നായർ. ഉത്തരം സി ശങ്കരൻ നായർ. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം വൈറ്റ് മെൻ കമ്മീഷൻ. വൈറ്റ് മെൻ കമ്മീഷൻ. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് എന്നാണ്? സൈമൺ കമ്മീഷനെ നിയമിക്കപ്പെട്ടത് 1927 നവംബറിലാണ് സൈമൺ കമ്മീഷനെ നിയമിക്കപ്പെട്ടത്. 1927 നവംബറിലാണ് സൈമൺ കമ്മീഷനെ നിയമിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷൻ അംഗങ്ങൾ മുംബൈയിൽ എത്തിയ തീയതി? സൈമൺ കമ്മീഷൻ അംഗങ്ങൾ മുംബൈയിൽ എത്തിയ തീയതി? ഉത്തരം 1928 ഫെബ്രുവരി 3. 1928 ഫെബ്രുവരി 3. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനെ
ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ കാരണം എന്തായിരുന്നു? സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ കാരണം എന്തായിരുന്നു? ഉത്തരം ഇന്ത്യക്കാരനായ ആരും തന്നെ അതിൽ അംഗമായിരുന്നില്ല. ഇന്ത്യക്കാരായ ആരും തന്നെ അതിൽ അംഗമായിരുന്നില്ല. അതിനാലാണ് സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചത്. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണപ്പെട്ട നേതാവ് ആര്? സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണപ്പെട്ട നേതാവ് ആര്? ഉത്തരം ലാലാ ലജപത് റായ്. ലാലാ ലജപത് റായ്. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏതാണ്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏതാണ്? ഉത്തരം 1930. 1930. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം. ഉത്തരം 1927 മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനം. അടുത്ത ചോദ്യം, 1927 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1927 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം എം.എ. അൻസാരി. ഉത്തരം എം.എ. അൻസാരി. അടുത്ത ചോദ്യം, മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭം നയിച്ചത് ആര്? മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭം നയിച്ചത് ആര്? ഉത്തരം ടി പ്രകാശം. ടി പ്രകാശമാണ് മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭം നയിച്ചത്. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് ലാത്തിചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരായിരുന്നു? സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് ലാത്തിചാർജിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരായിരുന്നു? ഉത്തരം സാൻഡേഴ്സൺ. സാൻഡേഴ്സൺ. അടുത്ത ചോദ്യം, സാൻഡേഴ്സണിനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ്? സാൻഡേഴ്സണിനെ വധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയായിരുന്നു? ഉത്തരം ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. അടുത്ത ചോദ്യം, 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? 1928 മുംബൈയിലെത്തിയ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം സൈമൺ ഗോ ബാക്ക്. സൈമൺ ഗോ ബാക്ക്. അടുത്ത ചോദ്യം, സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് ആരായിരുന്നു? സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് ആരായിരുന്നു? ഉത്തരം യൂസഫ് മെഹ്റലി. ഉത്തരം യൂസഫ് മെഹ്റലി. അടുത്ത ചോദ്യം, അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ്? അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ശിവസ്വാമി അയ്യർ. ശിവസ്വാമി അയ്യർ. അടുത്തത് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ. ആദ്യത്തെ ചോദ്യം, ക്രിപ്സ് മിഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? ക്രിപ്സ് മിഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മിറ്റിയായിരുന്നു ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയായിരുന്നു ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു ക്രിപ്സ് മിഷന്റെ ചെയർമാൻ. സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു ക്രിപ്സ് മിഷന്റെ ചെയർമാൻ. അടുത്ത ചോദ്യം, ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. അടുത്ത ചോദ്യം, ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ തീയതി എന്നാണ്? ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ തീയതി എന്നാണ്?
ഉത്തരം 1942 മാർച്ച് 23. 1942 മാർച്ച് 23-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയത്. അടുത്ത ചോദ്യം, ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലിൻ ലിത്ഗോ. ഉത്തരം ലിൻ ലിത്ഗോ. അടുത്ത ചോദ്യം, ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ തീയതി? ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ തീയതി? ഉത്തരം 1942 ഏപ്രിൽ 12. 1942 ഏപ്രിൽ 12. അടുത്ത ചോദ്യം, തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്രിപ്സ് മിഷനെ. ഉത്തരം ക്രിപ്സ് മിഷനെ. അടുത്ത ചോദ്യം, എന്തിൻ്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? എന്തിൻ്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഉത്തരം ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന്. അടുത്തത് ക്യാബിനറ്റ് മിഷൻ. അടുത്തത് ക്യാബിനറ്റ് മിഷൻ. ആദ്യത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ദൗത്യം എന്തായിരുന്നു? ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ദൗത്യം എന്തായിരുന്നു? ഉത്തരം ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക. ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ തീയതി? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ തീയതി? ഉത്തരം 1946 മാർച്ച് 23. 1946 മാർച്ച് 23. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം വേവൽ പ്രഭു. ഉത്തരം വേവൽ പ്രഭു. അടുത്ത ചോദ്യം, പാകിസ്ഥാൻ എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ മുസ്ലിം ലീഗ് പ്രത്യക്ഷ സമര പരിപാടി അഥവാ ഡയറക്റ്റ് ആക്ഷൻ ഡേ ആചരിച്ചത് എന്ന്? പാകിസ്ഥാൻ എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ മുസ്ലിം ലീഗ് പ്രത്യക്ഷ സമര പരിപാടി അഥവാ ഡയറക്റ്റ് ആക്ഷൻ ഡേ ആചരിച്ചത് എന്നാണ്? ഉത്തരം 1946 സെപ്റ്റംബർ 16. 1946 സെപ്റ്റംബർ 16. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് അധികാരമേറ്റത് എന്നാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് അധികാരമേറ്റത് എന്നാണ്? ഉത്തരം 1946 സെപ്റ്റംബർ 2. 1946 സെപ്റ്റംബർ 2. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്നാണ്? ഉത്തരം 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ്? ഉത്തരം 1946 മെയ് 16. 1946 മെയ് 16. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഉത്തരം പെത്വിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. പെത്വിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. അടുത്ത ചോദ്യം, ക്യാബിനറ്റ് മിഷന്റെ തലവൻ ആരായിരുന്നു? ക്യാബിനറ്റ് മിഷന്റെ തലവൻ ആരായിരുന്നു? ഉത്തരം പെത്വിക് ലോറൻസ്. പെത്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷന്റെ തലവൻ.